ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് അരി ഇടാൻ വേണ്ടിയിട്ട് നോക്കലാന്നേ. അപ്പോൾ വറകെല്ലാം കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് അരിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ അയില തന്നെ. അപ്പോൾ അത് മുറിക്കാൻ വേണ്ടി നോക്കട്ടെ. നല്ല വലിയ അയില തന്നെ. അതിൻ്റെ തലയിൽ ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അയിലേൻ്റെ തല. അപ്പോൾ വേറെ ഒന്നിൻ്റെ അങ്ങനെ എടുക്കൂല. ഈ അയിലത്തല ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ അമ്മ പണ്ടേ ചെറുതിലേ ഉണ്ടാക്കി തന്നിട്ടില്ലേ, അതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അയിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വലിയ അയില കഷ്ണം എടുത്തിട്ട് പൊരിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദര കുട്ടപ്പന്മാരാക്കി മാറ്റിയിട്ടുണ്ട് അയിലേനെല്ലാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട്. പിന്നെ കറി ഉണ്ടാക്കുന്നത് തോരക്കറിയാണ്. ഇത് നമ്മളെ ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ തോരക്കറി. ഇത് പരിപ്പ് കറിയോ തോരക്കറിയോ ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ തോര കുറച്ച് സമയം കഴുകിയിട്ടില്ലേ, നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് സമയം അവിടെ വെള്ളത്തിലിട്ട് അടച്ച് വെച്ചാൽ വേഗം വെന്ത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മീനിലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും എല്ലാം ചേർത്ത് നീന്ന് ആദ്യം പറഞ്ഞല്ല. അപ്പോൾ അതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ വെള്ളം തിളച്ചുകൊണ്ട് ഞാൻ അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നേ. നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് അവിടെ അടച്ച് വെച്ചതില്ലേ, ഇപ്പുറത്തെ ബാക്കി പണിയെല്ലാം ആകുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി അലക്കാനിട്ടിട്ടുണ്ട്. അതിന് അതെല്ലാം അലക്കിയിട്ട് ആറിയിടലാന്നേ. അങ്ങനെ തുണിയെല്ലാം കുറേ ഉണ്ട്, അതിനെല്ലാം അറിയിട്ടു കേട്ടോ. എൻ്റെതും മക്കളതും വിനോദട്ടൻ്റെ എല്ലാം ആകുമ്പോൾ കുറച്ചധികം തുണിയുണ്ട്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് വന്നതിന് ശേഷം അടച്ച് വെച്ച് മീൻ മുറിച്ച കഷ്ണലിട്ടതില്ലേ അതിലേക്ക് കുടംപുളിയല്ല ഇന്ന് ചേർക്കുന്നത്. വാളംപുളി കുതിർത്ത് വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയിനെ തുണിയെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിഴിഞ്ഞൊഴിച്ചിട്ട് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് അയിലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കുടംപുളി ചേർത്ത് മീൻകറി എനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊന്നും എന്തോ പോലെ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ അരിയെല്ലാം വെന്ത് നല്ല ചൂടോടുകൂടി വാർക്കട്ടോ. ഭയങ്കര തീക്കില്ലേ, ഭയങ്കര ചൂടുണ്ട്. കൈക്കേക്ക് ഇങ്ങനെ വരുന്നു, പേടിയാന്ന് വറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ചോറെല്ലാം വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയപ്പോൾ പറയും കിഴക്കോട്ട് തിരിച്ച് വെക്കണം കേട്ടോ. അതുപോലെ കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അയിലക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഉലുവാപ്പൊടിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ അടിപൊളിയായി കേട്ടോ. നല്ലപോലെ പുളി പിഴിഞ്ഞൊഴിച്ചിനെ. അപ്പോൾ ഉലുവയുടെ ടേസ്റ്റും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലെല്ലാം ആകുമ്പോൾ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള ചാറ് തന്നെയാണ്. പിന്നെ ചക്കക്കുരു കുറച്ചുണ്ടായത് എടുത്തിട്ട് വേവിക്കാൻ ആദ്യം വെച്ചിട്ട് പിന്നെ അതിലേക്ക് ചക്കക്കുരു കുറച്ച് വെന്തതിന് ശേഷം കൊടോരിക്കയില്ലേ, ആ കൊടോരിക്കയും കൂടി ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാന്താരിയും തേങ്ങയെല്ലാം ഇട്ടിട്ട് അതിങ്ങനെ ഒരു ഓലം പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 അയില ഉണ്ടായത് പൊരിക്കുകയും ചെയ്ത് ഉണ്ടാ. നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്, നല്ല സൂപ്പർ വെയിലാന്നേ ഉണ്ടാ. അങ്ങനെ ഇതാ ചോറും തോരക്കറിയും ഉപ്പിലിട്ട മാങ്ങ അയിലേൻ്റെ തലയില്ലേ, ഞാൻ 2 അയില തല എടുത്തിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പച്ച നല്ല മോരില്ലേ, നാടൻ മോര് കാന്താരിയെല്ലാം കൂട്ടിയിട്ട് അതും ഈ കഷ്ണം അയിലേരെ കഷ്ണം ഞാൻ എടുത്തിട്ട് അത് മക്കൾക്കില്ല എന്നിട്ടാ. അപ്പം ബാക്കിയെല്ലാം കൂട്ടിയിട്ട് തിന്നട്ടെ. ആ പച്ച മോരും ആ മറ്റേ കാന്താരി മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മീൻ്റെ തലയിൽ അയിലത്തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.